ഹായ് എവറിബഡി, നമുക്ക് DHIC ഫസ്റ്റ് ഇയറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേപ്പർ 2 ആയ പേഴ്സണൽ ഹൈജീൻ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുമ്പം എന്താണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത്? ഫസ്റ്റ് പേഴ്സണൽ ഹൈജീനെ പറ്റി പറയുമ്പം സോ മെയിൻലി പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുക, നമ്മളെ ക്ലീൻ ആക്കുക, അതേപോലെ തന്നെ ഹെൽത്തി വേ അവിടെ ഒരു ക്രിയേറ്റ് ചെയ്യുക, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഡിസീസസിൽ നിന്നും അവിടെ നിന്നും നമ്മുടെ ബോഡീനെ അതേപോലെ തന്നെ നമ്മുടെ മൈൻഡിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ഹൈജീൻ എന്നാണ്, വിച്ച് മീൻസ് ഗോഡസ് ഓഫ് ഹെൽത്ത്. ഹൈജീൻ്റെ ഡെഫിനേഷൻ വരുന്നത്, ഹൈജീൻ ഇസ് ഡിഫൈൻഡ് ആസ് ദി സയൻസ് ഓഫ് ഹെൽത്ത് വിച്ച് ഇൻക്ലൂഡ്സ് ഓൾ ഫാക്ടേഴ്സ് ആൻഡ് that contribute to healthy living, and it also refers to the preservation and promotion of health with the aim not only to preserve health but also to improve it. It is defined as ഒരു സയൻസ് ഓഫ് ഹെൽത്ത്, അതായത് ഹെൽത്തിന്റെ ഒരു സയൻസ് ആയിട്ടാണ് പറയുന്നത്. ഇത് നമ്മുടെ അതേപോലെ തന്നെ നമ്മളൊരു ഹെൽത്തി ആയിട്ട് ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എല്ലാ ഫാക്ടേഴ്സും എല്ലാ പ്രാക്ടീസസും അതുപോലെ തന്നെ എല്ലാ ഹാബിറ്റ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഹൈജീനിൽ. അതായത് എന്തൊക്കെയാണ് നമ്മളെ നല്ല ശീലങ്ങൾ, അല്ലെങ്കിൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ്? അപ്പം നമ്മുടെ നഖം വെട്ടുക, പിന്നെ നമ്മുടെ ബോഡി ക്ലീൻ ആക്കുക, എങ്ങനെ നമ്മൾ കുളിക്കണം, നമ്മുടെ കൈ എങ്ങനെയൊക്കെയാണ് കഴുകേണ്ടത്. ഇപ്പൊ കൊറോണയുടെ ടൈമിലൊക്കെ ഒരുപാട് ഇതൊക്കെ എന്താ പറയാ ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. കൈകൾ എങ്ങനെ കഴുകണം, എങ്ങനെ പിന്നെ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെ കഴുകണം എന്നൊക്കെയുള്ള ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ നമ്മൾ കണ്ടത്. അപ്പം അതൊക്കെ ഹൈജീൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഡ്രസ്സ് ക്ലീൻ ചെയ്യുന്നതും ഡെറ്റോൾ ഇട്ട് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറയാം. അപ്പം അത്രയും വൃത്തിയായിട്ട് കീപ്പ് ചെയ്യാൻ, ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് പ്രാക്ടീസസ് ഒക്കെയാണ് ഹൈജീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ നല്ലൊരു ഹൈജീൻ ഇല്ലെങ്കിൽ ഡിസീസസ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്പ്രെഡ് ആകാം, നമ്മുടെ ബോഡി നല്ല രീതിയിൽ വീക്ക് ആവുകയും ചെയ്യാം. സോ ഹൈജീൻ മെയിൻലി ഉദ്ദേശിക്കുന്നത് ഡിസീസസിൽ നിന്ന് നമ്മളെ പ്രിവെന്റ് ചെയ്യുക മാത്രമല്ല, നമ്മുടെ ബോഡീനെ, നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഉള്ളൊരു ആ ഒരു എന്താ പറയുക കോൺസെപ്റ്റും കൂടി ഹൈജീനിൽ പെടുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഹെൽത്ത്. എന്താണ് ഹെൽത്ത്? Health implies a sound mind in a sound body and in a sound family and environment. So according to WHO, health is a state of complete physical, mental and social well-being and not merely the absence of diseases and infirmity. So health നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? It implies a sound mind in a sound body in a sound family and environment. സൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗുഡ് ഹെൽത്തി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് അല്ലെങ്കിൽ ഒരു ബോഡി. പ്ലസ് നമ്മുടെ മൈൻഡും ബോഡിയും മാത്രം പോരാ, ഹെൽത്തി ആൻഡ് ഗുഡ് ആവേണ്ടത് നമ്മൾ താമസിക്കുന്ന നമ്മുടെ എൻവയോൺമെന്റും അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയും ഒക്കെ അതിൻ്റെ അകത്ത് പെടും. സോ WHO പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഫിസിക്കലും മെന്റലും സോഷ്യൽ വെൽബീയിങ്ങും ഒക്കെയാണ് ഹെൽത്തിനെ കൊണ്ട്. അതൊക്കെ എന്താ പറയാ നല്ല രീതിയിൽ തന്നെ ഗുഡായിട്ട് തന്നെ വരണം നമ്മൾ നല്ല ഹെൽത്തി ആണെന്ന് പറയണമെങ്കിൽ. ഇപ്പം ഒരു പേഴ്സണ് എന്താ പറയുക ഡിസീസസ് ഒന്നും ഇല്ലാന്ന് ഉണ്ടെങ്കിലും ഇപ്പം അയാൾ സ്ട്രെസ്ഡ് ആണ്, അല്ലെങ്കിൽ അയാൾ അൺഹാപ്പി ആണ്, അയാൾ സോഷ്യലി കോൺഫിഡൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് അയാൾക്കില്ല എന്നതാണ്. സോ ഈ മൂന്നെണ്ണവും, ഹെൽത്ത് എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണത്തിൻ്റെയും ഒരു കോമ്പിനേഷനും കൂടിയാണ് വരുന്നത്. അതാണ് ഹെൽത്ത്. ഇനി എന്താണ് ഒപ്റ്റിമം ഹെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ ഒപ്റ്റിമം ഹെൽത്ത് എന്ന് പറഞ്ഞാൽ സെയിം തന്നെ, അതായത് ഹെൽത്തിന്റെ പോലെ തന്നെ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്ങിന്റെ ഒരു സ്റ്റേറ്റ് തന്നെയാണ്. പക്ഷെങ്കിൽ അതിൻ്റെ ഒരു ഹയസ്റ്റ് ലെവൽ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒപ്റ്റിമം ഹെൽത്തിൽ എത്തി എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പേഴ്സൺ ഭയങ്കര ഫിസിക്കലി സ്ട്രോങ് ആണ്, മെന്റലി സ്റ്റേബിൾ, കാം, ഹാപ്പി, കോൺഫിഡൻറ്റ് ഒക്കെയാണ്, ആൻഡ് സോഷ്യലി ഭയങ്കര ആക്റ്റീവും ഒക്കെ ആണെങ്കിൽ ദെൻ അയാൾ ഒരു പോസിറ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ അയാൾക്ക് ഒരു ഒപ്റ്റിമം ഹെൽത്ത് അല്ലെങ്കിൽ ഒപ്റ്റിമം സ്റ്റേറ്റിലാണ് ആ ഒരാൾ എന്ന് നമുക്ക് പറയാം. സെയിം തന്നെ, അതായത് ഹെൽത്തിന്റെ അതേ കോൺസെപ്റ്റ് ആണ്, പക്ഷെങ്കിൽ അതിൻ്റെ ഒരു ഹയസ്റ്റ് ലെവല് ഇത് ആലോചിക്കണം. അതിൻ്റെ ഒരു ഹയസ്റ്റ് ലെവല് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് എങ്കിൽ അത് നമ്മൾ ഒപ്റ്റിമം ഹെൽത്ത് എത്തി, അല്ലെങ്കിൽ ആ ഒരു ആള് ഒപ്റ്റിമം സ്റ്റേറ്റിലാണെന്ന് നമുക്ക് പറയാം. WHO പറയുന്നത് എന്താണ്? WHO പറയുന്നത് ഒപ്റ്റിമം ഹെൽത്ത് പീപ്പിളിനെ എന്താ പറയുക സോഷ്യലി ആൻഡ് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മീനിങ് അവർ നല്ല രീതിയിൽ അവർ പ്രൊഫഷൻസിലായിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ അവർ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ട്, അവർ നല്ല മണി ഏൺ ചെയ്യുന്നുണ്ട്, സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് അവർ ഹാപ്പിലി അവർ ലിവ് ചെയ്യുന്നുണ്ട്. അതും എന്താണ് ഒപ്റ്റിമം ഹെൽത്ത്, ആ ഒരു സ്റ്റേറ്റ് ഒപ്റ്റിമം ഹെൽത്ത് അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളും കൂടി അതിനെ ലീഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് WHO പറയുന്നത്.
സോ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ആണ്. ഒപ്റ്റിമം ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഈ സെയിം സാധനത്തിന്റെ, 3 സാധനത്തിന്റെ ഒരു ഹയസ്റ്റ് ലെവൽ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ ഒപ്റ്റിമം ഹെൽത്ത് എന്ന് പറയുന്നു. സോ അതാണ് ഹെൽത്തും ഹൈജീനും ഹെൽത്തും ഒപ്റ്റിമം ഹെൽത്തും. ഇനി ഇയർ കെയർ ആണ്. അത് ഹൈജീനിൽ തന്നെ വരുന്ന ഒരു, അതായത് ഇയർ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻസ് ഓർഗൻ ആണ്, എല്ലാവർക്കും അറിയാം. സോ അതിനെ കെയർ ചെയ്യുക എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ നമ്മൾ കെയർ ചെയ്യണം. നമ്മളെ ഹിയറിങ്ങിനും അതേപോലെ നമ്മുടെ ബോഡി ഇക്വിലിബ്രിയം ബാലൻസിനൊക്കെ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻസ് ഓർഗൻ ആണ് ഇയർ എന്ന് പറയുന്നത്. സോ അതിനെ കെയർ ചെയ്യുക എന്ന് പറയുന്നതും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ പേഴ്സണൽ ഹൈജീനിൽ വരുന്ന ഒരു ഭാഗവും കൂടിയാണ്. സോ ഇയർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇറ്റ് ഇസ് കണക്റ്റഡ് ടു നോസ് ആൻഡ് ത്രോട്ട്, ENT. അതുകൊണ്ടാണ് നമ്മൾ ENT എന്നൊക്കെ പറയുന്നത്. ഇയറും നോസും ത്രോട്ടും ഒക്കെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ ഇൻഫെക്ഷൻസ് ഒക്കെ ഈസിലി പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നോസിലോ ത്രോട്ടിലോ ഒക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ മിഡിൽ ഇയറിലോട്ടൊക്കെ പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡ് ആവുന്നുണ്ട്. എന്നിട്ട് ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഒട്ടിറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. സോ ഇത് മോസ്റ്റ്ലി ചിൽഡ്രനിലാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ പ്രോപ്പർ കെയർ ഇല്ലെങ്കിൽ ഇയർ ഡിസീസസ്, പെയിൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്തെങ്കിലുമൊക്കെ ഇയറിൽ പസ് കാര്യങ്ങളൊക്കെ വരുന്നതും, ഹിയറിംഗ് ലോസ് ഉണ്ടാവുക, കേൾവി ശക്തി കുറയുക, അങ്ങനത്തെ കാര്യം ഒരു പെർമനന്റ് ഡാമേജിലോട്ടേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ഇയർ കെയർ എന്ന് പറയുന്നത്, ഇയറിനെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട്. ഇയർ ഡിസീസിനെ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഇയർ ഏക്ക്, ഒന്ന് ഇയർ ഡിസ്ചാർജ്, ഒന്ന് ഫോറിൻ ബോഡീസ്. സോ ഇയർ ഏക്ക് എന്ന് പറയുന്നത് ഇയറിൽ ഉണ്ടാവുന്ന വേദനയാണ്. അത് സ്റ്റൊമക് ഏക്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ, സ്റ്റൊമക് ഏക്ക് എന്ന് പറഞ്ഞാൽ വയറുവേദന, അപ്പം ഇയർ ഏക്ക് എന്ന് പറയുമ്പോൾ ചെവി വേദന. സോ ഇയറിൽ ഉണ്ടാവുന്ന പെയിൻ ആണ് ഇയർ ഏക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് എന്തൊക്കെ കാരണം ഉണ്ടാവാം? ഇൻഫെക്ഷൻസ് കൊണ്ടാകാം, ഇഞ്ചുറീസ് കൊണ്ടാകാം, ഇൻഫ്ലമേഷനും പിന്നെ സ്വെല്ലിംഗ് ഒക്കെ ചെവിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് നമുക്ക് പെയിൻ അനുഭവപ്പെടും. ബിക്കോസ് ഇയറിന്റെ സ്പേസ് നമുക്കറിയാം അത്രയും സ്മോൾ ആൻഡ് ടൈറ്റ് ആണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര കുഞ്ഞതാണ്. അപ്പോൾ അത് അത്രയും സ്മോളും ടൈറ്റും ആകുമ്പോൾ ഈ സ്വെല്ലിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു പ്രഷർ ഉണ്ടാകും. ബിക്കോസ് സ്പേസ് കുറവല്ല, ഭയങ്കര കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ അത് പ്രഷർ ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇയർ ഏക്ക് അത്രയും സിവിയർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ചെവി വേദനയ്ക്കുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ മതി, അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. അത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഈ ഒരു കാരണം കൊണ്ടാണ്. സ്പേസും കാര്യമൊക്കെ കുറഞ്ഞ് ഇത്രയും പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും വേദന ഭയങ്കര സിവിയർ ആയിട്ട് വരുന്നത്. അതാണ് ഇയർ ഏക്ക്. നെക്സ്റ്റ് ഇയർ ഡിസ്ചാർജ്. ഇയർ ഡിസ്ചാർജ് എന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ചെവിയിൽ നിന്ന് ഒരു വാട്ടറി പോലത്തെ ഒരു സാധനം ഒലിച്ചു വരുന്ന, ഒരു പസ്സോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഒലിച്ചു വരുന്ന ഒരു പ്രോസസ്സാണ് ഇയർ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇയർ ഡിസ്ചാർജ് അത് ചിലപ്പം അക്യൂട്ട് ആകാം, അത് ചെറുങ്ങനെ എന്താ പറയുക പെട്ടെന്ന് വന്നു പോകുന്നതാകാം, അല്ലെങ്കിൽ ക്രോണിക് ആകാം, ലോങ് ലാസ്റ്റിംഗ് ആകാം. ചില സമയത്ത് ഈ ഡിസ്ചാർജ് ഭയങ്കര തിൻ ആയിട്ട് വാട്ടറി പോലത്തെ ആയിരിക്കും, ഭയങ്കര ലൂസ് ആയിട്ട് പോകുന്നതാകാം, അല്ലെങ്കിൽ ഭയങ്കര തിക്ക് ആൻഡ് പുരുലന്റ്, അല്ലെങ്കിൽ ഒരു പസ് പോലെയൊക്കെ നല്ല കട്ടിയിലൊക്കെ ചിലപ്പം ഇയറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഡിസ്ചാർജ് വരും. എന്ത് രീതിയിലുള്ളതും ആകാം. ഇതിന്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഈ ഇയർ ഡിസ്ചാർജ് മെയിൻ ആയിട്ടും ഒക്കെ അറിയുന്നത്. ഇപ്പം ഒരു ഡിസ്ചാർജ് വന്നാൽ തന്നെ അത് ഇയർ ഡിസീസിന്റെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സിവിയർ ആയിട്ടുള്ള ഒരു ഇയർ ഡിസീസിന്റെ ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ അല്ലെങ്കിൽ നമ്മൾ സീക്ക് ചെയ്യണം. നമ്മൾ സാധാ വീട്ടിൽ നിന്ന് തന്നെ ടേക്ക് കെയർ ചെയ്തിട്ട് കാര്യമില്ല. സോ ആ ഒരു സന്ദർഭത്തിൽ മെയിനായിട്ടും ഇയർ ക്ലീൻ ചെയ്യേണ്ടത് ബോറിക് ആസിഡ് സൊല്യൂഷൻ കൊണ്ടും സൾഫെറ്റമൈഡ് ഇയർ ഡ്രോപ്സ് ഒക്കെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്ചാർജ് വരുന്ന സമയത്ത് നമ്മൾ ഇയർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ബോറിക് ആസിഡ് സൊല്യൂഷൻ ആൻഡ് സൾഫെറ്റമൈഡ് ഇയർ ഡ്രോപ്സും. ഓക്കെ, അതാണ് ഇയർ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫോറിൻ ബോഡീസ്. ഫോറിൻ ബോഡീസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫോറിൻ ബോഡീസ് എന്തൊക്കെയാവാം? അത് ഇൻസെക്ട്സ് ആവാം, ബീഡ്സ് ആകാം, സീഡോ അല്ലെങ്കിൽ എക്സസീവ് വാക്സോ കാര്യങ്ങൾ, അതായത് പുറമേ നിന്നുള്ള ഒബ്ജക്റ്റുകൾ എന്തെങ്കിലും ആയിക്കോട്ടെ, പുറമേ ഇയറിന്റെ ഉള്ളിലല്ലാണ്ട് നമ്മൾ പുറമേ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഈ കുഞ്ഞു കുട്ടികളൊക്കെ നമുക്ക് കാണാം, ഒരു പെൻസിലും ഒക്കെ ചെവിൻ്റെ ഉള്ളിലൊക്കെ ഇടാം. അവരറിയാണ്ട് തന്നെ പെൻസിലും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ചെവിൻ്റെ ഉള്ളിലൊക്കെ ഇടാം. പിന്നെ ഈ ചെറിയ ചെറിയ ബീഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സീഡ് പോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ചിലപ്പോൾ ചെവിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് അതിൽ സ്റ്റക്കായി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാം. ചില ആൾക്കാർ ഈ തൂവലൊക്കെ കൊണ്ട് ചെവിൻ്റെ ഉള്ളിൽ കൊണ്ടിടുന്ന ആൾക്കാരോ അങ്ങനെയൊക്കെ ഉണ്ട്. സോ അതൊന്നും ഇടാൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ സാധനം ഇൻസെക്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ ചെവിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോയാൽ അത് നമ്മൾ ഒരു പിന്നോ അല്ലെങ്കിൽ വേറൊരു സാധനം കൊണ്ട് അത് എടുക്കാൻ പാടില്ല. അത് പ്രോപ്പറായിട്ട് നമ്മൾ സിറിഞ്ച് ഔട്ട് ചെയ്യണം. പ്രോപ്പർ സിറിഞ്ചിങ് വഴി തന്നെ അത് റിമൂവ് ചെയ്യണം. അതാ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ മാക്സിമം ചെയ്യാണ്ടിരിക്കുക. എവിടെ ഹെൽത്ത് കെയറിൽ, അതായത് മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ തന്നെ വേണം. സോ വേറൊരു സാധനം കൊണ്ട് അതിനെ പുറത്തെടുക്കാണ്ടിരിക്കുക. പ്രോപ്പർലി നമ്മളത് സിറിഞ്ച് ഔട്ട് ചെയ്യണം. ഇതുപോലത്തെ ഫോറിൻ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഫോറിൻ ബോഡീസ് ഇയറിൻ്റെ ഉള്ളിൽ കെയർ ചെയ്യാൻ. സോ ഇതൊക്കെയാണ് 3
സയൻസ് ആൻഡ് സിംറ്റംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏതൊക്കെയാണ്? ഒന്ന് ഇയർ ഏക്ക്, ഒന്ന് ഇയർ ഡിസ്ചാർജ്, ഫോറിൻ ബോഡീസ്. ഇയർ ഏക്ക് എന്ന് പറയുമ്പോൾ പെയിൻ, എന്തുകൊണ്ട്? ഇൻഫെക്ഷൻ, ഇഞ്ചുറി, ഇൻഫ്ലമേഷൻ ഒക്കെ കൊണ്ട്. ഇയർ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഏതൊക്കെ തരത്തിലാവാന്നുള്ളത് നോക്കാം. അക്യൂട്ട് ആൻഡ് ക്രോണിക് ആകാം, തിൻ ആൻഡ് വാട്ടറി ആകാം, തിക്ക് ആൻഡ് പസ് ആകാം. അതും ബാക്ടീരിയൽ ഫംഗസ് ഇൻഫെക്ഷൻ കൊണ്ടാണ് ഇയർ ഡിസ്ചാർജ് ഉണ്ടാകുന്നത്. ഫോറിൻ ബോഡീസിൽ വരുന്നത് എന്തൊക്കെയാ? സോളിഡ് ഒബ്ജക്ട്സ്, ഇൻസെക്ട്സ്, എക്സസീവ് വാക്സ് കാര്യങ്ങളൊക്കെയാണ് ഫോറിൻ ബോഡീസിൽ വരുന്നത്. സോ ഫോറിൻ ബോഡീസ് നമ്മൾ പ്രോപ്പർ സിറിഞ്ചിങ് വഴി പുറത്തെടുക്കണം. ഇതൊക്കെയാണ് 3 സിംറ്റംസും എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നതും കാര്യങ്ങളും ഉള്ളത് നോക്കാം. ഈസി ആയിട്ട് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ഒക്കെ പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇതാക്കിയത്. അപ്പൊ അത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഇയറിന്റെ കെയറിൽ എന്തൊക്കെയാണ് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയർ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ്. അത് നമ്മൾ എങ്ങനെയൊക്കെ കെയർ ചെയ്യണം, എന്തൊക്കെ രീതിയിൽ നമുക്ക് അതിനെ കെയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഒന്ന്, കീപ്പിംഗ് ദ ഇയർ ക്ലീൻ. നമ്മുടെ ഔട്ടർ ഇയർ, പുറമേ കാണുന്ന സാധനമില്ലേ, അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം. നമ്മൾ ക്ലീൻ ക്ലോത്ത് കൊണ്ടോ ഒക്കെയാണ് നമ്മളത് ക്ലീൻ ചെയ്യേണ്ടത്. ഷാർപ്പ് ഒബ്ജക്റ്റ് കൊണ്ടൊന്നും ക്ലീൻ ചെയ്യാൻ പാടില്ല. പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും ഈ നനഞ്ഞ തോർത്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യാൻ പാടില്ല, ബഡ്സ് ഒക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സോ നമ്മൾ അതാണ് മെയിൻ ആയിട്ട്, നമ്മൾ ഷാർപ്പ് ഒബ്ജക്ട്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക, പെൻസിൽ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലോത്തോ കോട്ടൺ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇയേഴ്സ് നമ്മൾ ക്ലീൻ ചെയ്യുക. പുറമേ കാണുന്ന ഔട്ടർ ഇയർ ക്ലീൻ ചെയ്യുക. പിന്നെ ഈ വാക്സ്, കെയർഫുൾ റിമൂവൽ ഓഫ് വാക്സ്. നമ്മുടെ ഇയർ വാക്സ് നമുക്ക് തൊട്ടാൽ തന്നെ മനസ്സിലാകും. വാക്സ് ഒരു വാക്സി സ്ട്രക്ചർ ആണ് നമ്മുടെ ഇയറിന്റെ ഉള്ളിലുള്ളത്. അത് എന്തിനാ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇയർ ഡ്രമ്മിനെ ഡസ്റ്റിന്നും പുറമേയുള്ള ഡസ്റ്റ്, ഡേർട്ട് കാര്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യലാണ് ഈ വാക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ വാക്സ് ചില സമയത്ത് എക്സസീവ് ആയിട്ട് ഉണ്ടാകാം. സോ അത് നമ്മൾ കെയർഫുള്ളി റിമൂവ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ഹെയർ പിൻസോ അല്ലെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാച്ച് സ്റ്റിക്കോ കാര്യം അങ്ങനെയൊന്നും അത് നമ്മൾ റിമൂവ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആദ്യം അതിനെ ഒലിവ് ഓയിൽ ആൻഡ് ഗ്ലിസറിൻ കൊണ്ട് സോഫ്റ്റൻ ചെയ്തിട്ട് പിന്നെ അതിന് ജെന്റ്ലി പതുക്കെ നമ്മൾ അതിനെ റിമൂവ് ചെയ്യണം. അതാണ് കെയർഫുൾ റിമൂവൽ ഓഫ് എക്സസീവ് വാക്സിൽ വരുന്നത്. പിന്നെ പ്രിവെന്റിംഗ് വാട്ടർ ഫ്രം എൻട്രിങ് ഇയർ ഡ്യൂറിങ് ബാത്തിങ്. ഈ ബാത്തിങ് അല്ലെങ്കിൽ സ്വിം ചെയ്യുന്നൊക്കെ സമയത്ത് വെള്ളം നമ്മുടെ ചെവിയുടെ ഉള്ളിൽ കയറാൻ സാധ്യതയുണ്ട്, എന്നിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. മെയിൻ ആയിട്ട് കുട്ടികളൊക്കെയാണ്. കുട്ടികൾ ഈ കളിക്കുമ്പോഴൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. സോ കുട്ടികളും വലിയവരും ഈക്വലി തന്നെ അതിന് പ്രൊട്ടക്ട് ചെയ്യണം, വെള്ളം ഉള്ളിലോട്ടേക്ക് കയറുന്നതിൽ. പിന്നെ പ്രൊട്ടക്ഷൻ ഫ്രം ലൗഡ് നോയ്സ്. ഒരുപാട് ഒച്ചത്തിൽ നമ്മൾ മ്യൂസിക്സ് ഒക്കെ കേൾക്കാണ്ടിരിക്കുക, ഹെഡ്ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വോളിയത്തിൽ കേൾക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈ മെഷീൻസും കാര്യങ്ങളൊക്കെ അതിന്റെ ഒക്കെ ഒച്ചയും ചിലപ്പം ഡാമേജ് ആകും. ഹിയറിംഗ് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൗഡ് നോയ്സിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാം നമ്മുടെ ഇയറിനെ. ആൻഡ് ഏർലി ട്രീറ്റ്മെന്റ് ഓഫ് നോസ് ആൻഡ് ത്രോട്ട് ഇൻഫെക്ഷൻസ്. അതായത് നോസും ത്രോട്ടും ഇയറൊക്കെ കണക്റ്റഡ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നോസിലും ത്രോട്ടിലും ഇൻഫെക്ഷൻസ് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം നോക്കുക. ബിക്കോസ് അതിൽ വന്നാൽ അത് ഈസിലി നമ്മുടെ ഇയറിലോട്ടേക്കും സ്പ്രെഡ് ചെയ്യും. സോ നോസിനെയും ത്രോട്ടിനെയും ഈക്വലി നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ഏർലി ട്രീറ്റ്മെന്റ് തന്നെ എടുക്കണം. ഈ ഒട്ടിറ്റിസ് മീഡിയ നേരത്തെ ഡിസ്കസ് ചെയ്ത അത് ചിൽഡ്രനിൽ കാണുന്ന അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകും. ആൻഡ് ടീച്ചിങ് ചിൽഡ്രൻ നോട്ട് ടു ഇൻസേർട്ട് ഒബ്ജക്ട്സ് ഇൻ ടു ഇയേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെൻസിൽസോ മാച്ച് സ്റ്റിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്ട്സ് കാര്യങ്ങൾ സ്ക്രാച്ച് ചെയ്യാനും ചെവിയൊക്കെ ചൊറിയാൻ വേണ്ടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടാൻ പാടില്ല എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ആൻഡ് കില്ലിംഗ് ഇൻസെക്ട്സ് ഇൻ ഇയർ വിത്ത് സ്പിരിറ്റ് ബിഫോർ റിമൂവൽ. അതായത് ഒരു ഇൻസെക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ കയറിയാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഓയിൽ ഡ്രോപ്പോ അല്ലെങ്കിൽ ഒരു സ്പിരിറ്റോ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അതിനെ കില്ല് ചെയ്യുക, എന്നിട്ട് അതിനെ റിമൂവ് ചെയ്യുക. സോ അപ്പം തന്നെ അതിനെ റിമൂവ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ അതിനെ ആദ്യം ആ ഒരു ഇൻസെക്റ്റിനെ കില്ല് ചെയ്തിട്ട് പതുക്കെ അതിനെ റിമൂവ് ചെയ്യുക. സോ ഫോഴ്സ്ലി അതിനെ റിമൂവ് ചെയ്യാൻ നോക്കരുത്. സോ ഈ ഒരു 1, 2, 3, 4, 5, 6, 7, 8 കാര്യങ്ങളാണ് കെയർ ഓഫ് ഇയറിൽ വരുന്നത്. എന്തൊക്കെയാണ്? കീപ്പിംഗ് ദ ഇയർ ക്ലീൻ, കെയർഫുൾ റിമൂവൽ ഓഫ് എക്സസീവ് വാക്സ്. എങ്ങനെയാണ് വാക്സ് റിമൂവ് ചെയ്യേണ്ടത്? ആദ്യം അതിനെ സോഫ്റ്റൻ ചെയ്യുക ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഗ്ലിസറിൻ വെച്ചിട്ട്. ആൻഡ് ദെൻ പ്രിവെന്റിംഗ് വാട്ടർ ഫ്രം entering the ear during bathing, protection from loud noise, early treatment of nose and throat infections, teaching children not to insert objects, killing insects in the ear with spirit before removal. So ഇതൊക്കെയാണ് പേഴ്സണൽ ഹൈജീൻ പാർട്ട് 1 വരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? എന്താണ് ഹൈജീൻ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ഹെൽത്ത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒപ്റ്റിമം ഹെൽത്ത് എന്താണ് ഡിസ്കസ് ചെയ്തു. പിന്നെ ഇയർ കെയർ, ഇയറിന്റെ ഫംഗ്ഷൻസ് എന്താണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇയറിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ആൻഡ് എന്തൊക്കെയാണ് കുറച്ച് കോമൺ സൈൻസ് ആൻഡ് സിംറ്റംസ്, ഇയർ ഏക്ക്, ഇയർ ഡിസ്ചാർജ്, ഫോറിൻ ബോഡീസ്, ആൻഡ് ഇയറിന്റെ കെയർ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ എല്ലാവരും പഠിക്കുക. താങ്ക് യു.